വെള്ളക്കടല വെച്ച് എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കി നോക്കിയാലോ. 3 മണിക്കൂർ കുതിർത്തി വെച്ച് നല്ലോണം വാഷ് ചെയ്ത വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം ബേ ലീഫും സിനമൺ സ്റ്റിക്സും ഉപ്പും അല്പം വെള്ളവും ചേർത്ത് 4 വിസിൽ കുക്കറിൽ അടുപ്പിക്കാം. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ കടല നല്ലോണം വെന്ത് കിട്ടും. ഇനി വേറൊരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ജീരകം ഇട്ട് പൊട്ടിക്കാം. ഇതോടൊപ്പം ബേ ലീഫും സിനമൺ സ്റ്റിക്സും ചെറുതായി കട്ട് ചെയ്ത സവാളയും ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ കട്ട് ചെയ്ത സവാളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓണിയൻസ് പേസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. 5 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചെറുതായി അരിഞ്ഞ ടൊമാറ്റോസും 2 ഗ്രീൻ ചില്ലീസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ കശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ ചന്ന മസാല. ഇതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലകൾ. മസാലകളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സ്റ്റോക്കോട് കൂടിയ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. ഗ്രേവിയൊക്കെ കടലയിൽ മിക്സ് ആകുന്നവരെ അടച്ചു വെച്ചത് 4-5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഈ സമയം അല്പം വെള്ളമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ആഡ് ചെയ്യാവുന്നതാണ്. ഏറ്റവും അവസാനം നമ്മൾ കസൂരി മേത്തിയാണ് ആഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ദാ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഡാബ സ്റ്റൈൽ വെളിച്ചെണ്ണ മസാല ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ, ബൈ.